ഡോക്ടർമാർ പോലും അത്ഭുതപ്പെട്ടുപോയ, പല രോഗികൾക്കും ശമനം നേടാൻ കാരണമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള 4 മന്ത്രങ്ങളുണ്ട്. അതായത് 4 ദിക്റുകൾ. ഡോക്ടർമാർ പോലും വല്ലാതെ അത്ഭുതപ്പെട്ടു പോയ സംഭവങ്ങൾ ഉണ്ടായ, അള്ളാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട സുന്ദരമായ 4 ദിക്റുകൾ. ഏത് രോഗവും അള്ളാഹു ശിഫയാക്കി തരും. എത്ര മാറാത്ത കൊടും രോഗവും അള്ളാഹു പരിപൂർണമായും ശമനമാക്കി തരും. ഇത് വിശ്വാസമുള്ള ആളുകളോട് പറയാണ്. അള്ളാഹുവിൽ തഖ്വയുള്ള, ഭയമുള്ള, അള്ളാഹുവിൽ പരിപൂർണ വിശ്വാസമുള്ള ആളുകളോട് പറയാണ്. എത്രയോ ആളുകളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ഈ സുന്ദരമായിട്ടുള്ള 4 മന്ത്രധ്വനികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ചൊല്ലിയതിൻ്റെ കാരണത്താൽ ഏതൊക്കെയാണ് ആ ദിക്റുകളെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. ഇഴജന്തുക്കളുടെ വിഷമേൽക്കാതിരിക്കാൻ, ഇഴജന്തുക്കളുടെ ഉപദ്രവങ്ങൾ ഏൽക്കാതിരിക്കാൻ, വന്യമൃഗങ്ങൾ ഉപദ്രവിക്കാതിരിക്കാൻ, ഇങ്ങനെ അടങ്ങുന്ന മൃഗങ്ങളുടെ ശല്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ, പൈശാചികമായ ശല്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ഇങ്ങനെയുള്ള സകല ദുനിയാവിലെ സകല ഷെറുകളിൽ നിന്നും പരിപൂർണമായി സംരക്ഷണം, അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, അള്ളാഹുവിൻ്റെ പരിപൂർണ കാവൽ നമുക്ക് ലഭിക്കാൻ സുന്ദരമായ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വേണ്ടപ്പെട്ടവരിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്, വളരെ നന്നായിട്ട് നമ്മുടെ മജ്ലിസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ മജ്ലിസിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ കമൻറ്റ് സെക്ഷനുകളിൽ സന്തോഷങ്ങൾ അറിയിക്കുന്നുണ്ട്. അതെ, ഈ അറിവ് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നതുപോലെ നല്ല സന്തോഷവാചകങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സുകളിൽ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ ഒരുപാട് ദുആ വസിയത്തുകളും കാണാൻ കഴിയും. അൽഹംദുലില്ലാഹ്, അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം തരട്ടെ. ദുആ വസിയത്തുകൾ, വിഷമങ്ങൾ അറിയിച്ചവർക്ക് അള്ളാഹു അവരുടെ വിഷമങ്ങളെല്ലാം ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട്, നമ്മൾ പറയപ്പെടുന്ന ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ജീവിതത്തിൽ ഉടനീളം സന്തോഷമുള്ള, സമാധാനമുള്ള, സംതൃപ്തി അള്ളാഹു അവർക്കും നമുക്കും പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഇന്ന് നമ്മളൊക്കെ അനുഭവിക്കുന്ന വളരെ വലിയൊരു വിഷമമാണ് രോഗമെന്ന് പറയുന്നത്. ഒരു മനുഷ്യനിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിക്ക് അസുഖം കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ അവൻ എത്ര കാശുള്ളവനാണെങ്കിലോ, എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലോ, അല്ലെങ്കിൽ എന്തുമാത്രം പിടിപാടുള്ള ആളാണോ എന്നൊന്നും അവിടെ പരിഗണിക്കുന്ന വിഷയമല്ല. രോഗമാണ് പ്രധാന വിഷയം. എങ്ങനെയെങ്കിലും ഈ അസുഖമൊന്ന് മാറിക്കിട്ടണം, എൻ്റെ ആരോഗ്യം തിരിച്ചു വരണം, എൻ്റെ ആരോഗ്യനില മെച്ചപ്പെടണം എന്നിങ്ങനെ അടങ്ങുന്ന ഒരുപാട് ആവശ്യങ്ങൾ രോഗികളായി പോയ പല ആളുകൾക്കും ഉണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളിൽ ആരെങ്കിലും രോഗശയ്യയിൽ കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 4 മന്ത്രങ്ങളാണ് രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് ആശ്വാസമാകുന്ന 4 ദിക്റുകൾ, 4 മന്ത്രധ്വനികൾ, ഉപകാരപ്പെടുന്ന ധ്വനികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിച്ചാലോ. പല ആളുകൾക്കും മാരക രോഗങ്ങളാണ് ഉസ്താദേ, ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ പരിപൂർണ ശമനം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ ദുആ ഏതാണെന്ന് നമുക്ക് പഠിക്കാം. എഴുതി വെച്ച് പഠിച്ചോളൂ. ചെറിയൊരു ദുആയാണ്. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം
അൻ യശ്ഫിയക. എന്താണ് അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ? അസ്അലുല്ലാഹൽ അലീം, അള്ളാഹുവിനോട്, മഹോന്നതനായ റബ്ബിനോട് ഞാൻ ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? റബ്ബൽ അർശിൽ അലീം, അർശിന്റെ ഉടമസ്ഥനായ രക്ഷിതാവായ റബ്ബിനോട് ഞാൻ ചോദിക്കുകയാണ്, യശ്ഫിയക, എനിക്ക് നീ ശമനം തരണേ അല്ലാ, എനിക്ക് നീ ശമനം തരണേ അല്ലാ. അത്ഭുതത്തിന്റെ കലവറ നിറഞ്ഞ ദുആയാണ്. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക. അപ്പോൾ ഈ ദുആയാണ് ഒന്നാമത്തെ മന്ത്രം. അത്ഭുതകരമായ ഒന്നാമത്തെ മന്ത്രം ഇതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒന്ന് ചൊല്ലിക്കുക, അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക. അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരാൻ ഭാഗ്യം തരട്ടെ. രണ്ടാമത്തെ ദിക്ർ ഏതാണെന്ന് നമുക്ക് പഠിക്കാം. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഹൃദയമാണല്ലോ സൂറത്തു യാസീൻ എന്ന് പറയുന്നത്. ഈ സൂറത്തു യാസീനിൽ ഒരു ഹൃദയമുണ്ട്. യാസീൻ എന്ന് പറയുന്ന സൂറത്തിൽ ഹൃദയമുണ്ട്. ആ ഹൃദയം എന്ന് പറയുന്ന ഒരു ആയത്താണ്. ആ ആയത്തിന് വളരെയേറെ പ്രതിഫലങ്ങളുണ്ട്, വളരെയേറെ പ്രത്യേകതകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏത് രോഗത്തിനും ആ ആയത്ത് ശിഫയാണ്. ഏതു മനസ്സമാധാനമില്ലാത്ത വ്യക്തിക്കും ആ ആയത്ത് സമാധാനം കൊണ്ടുവരുന്ന രക്ഷയുടെ ആയത്താണ്. ജീവിതത്തിൽ എന്തെല്ലാം വിഷമങ്ങളുണ്ടെങ്കിലും വേദനകളുണ്ടെങ്കിലും ഈ ആയത്ത് അതുപോലെ മുറുകെ പിടിച്ചാൽ അങ്ങനെയുള്ള മനുഷ്യർക്ക് അതൊരു പിടിവള്ളിയാണ്. പ്രിയപ്പെട്ടവരെ, മഹാരഥന്മാർ അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പല ആളുകൾക്കും അനുഭവമാണ്. ഏതാണ് ആ ആയത്ത്? സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. രണ്ടാമത്തെ ദിക്ർ അതാണ്. ജീവിതത്തിൽ എന്നും നിരന്തരമായി പതിവാക്കുക, എല്ലാ ദിവസവും പതിവാക്കുക. നിശ്ചയ എണ്ണം 101 പ്രാവശ്യം, അങ്ങനെ 501, അങ്ങനെ 310, ഇഷ്ടമുള്ള എണ്ണം ജീവിതത്തിൽ നിത്യമായിട്ട് അത് ഓതുക എന്നുള്ളതാണ്. അതിൻ്റെ ബെനിഫിറ്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ട് നിനക്കത് മനസ്സിലാവുന്നതാണ്. അള്ളാഹു അത് ചൊല്ലാൻ ഭാഗ്യം തരട്ടെ. മൂന്നാമത്തെ ദിക്ർ എന്ന് പറയും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹദ്ദാദ് ഓതുന്നവരാണ് അല്ലേ? ഹദ്ദാദ് ഓതുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ദിക്ർ നിങ്ങൾക്ക് പരിചയമുള്ള ദിക്റായിരിക്കാം. എന്നാലും പറയാണ്, സർവ്വ മൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ, അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, സകല ഷർറുകളിൽ നിന്ന് രക്ഷ നേടാൻ അങ്ങനെയുള്ള സുന്ദരമായ ദിക്റാണ്. പഠിച്ചോളൂ, ഓതിക്കോളൂ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ദിക്റാണ് പ്രിയപ്പെട്ടവരെ. ആ ഉസ്താദെ ഇതായിരുന്നു എന്ന് ചിന്തിക്കേണ്ട, വലിയ മഹത്വമാണ്. ഒരു അപകടവും ഉണ്ടാവില്ല. ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇതാണ് മൂന്നാമത്തെ ദിക്ർ. ഇനി നാലാമത്തെ അത്ഭുതകരമായിട്ടുള്ള ദിക്ർ എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ജീവിതത്തിന്റെ സകല ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. ജീവിതത്തിന്റെ എല്ലാ അപകടങ്ങളിൽ നിന്നും കാവൽ ലഭിക്കും. പാമ്പ് പോലെയുള്ള വന്യമൃഗങ്ങൾ, ഇഴജന്തുക്കൾ, വിഷജന്തുക്കളിൽ നിന്ന് പരിപൂർണ സംരക്ഷണം ലഭിക്കും, ഉറപ്പാണ്. ഈ 4 മന്ത്രം. ഒന്നാമത്തേത് ഏതാ? അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക. രണ്ടാമത്തേത് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. മൂന്നാമത്തേത് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. നാലാമത്തേത് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അല്ലാഹു നമ്മുടെ അറിവിലും അമലിലും ബറക്കത്ത് തരട്ടെ. ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. പ്രിയപ്പെട്ടവരെ, 4 കാര്യങ്ങളും പിടിവള്ളിയാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റെന്ത് സുന്നത്താക്കപ്പെട്ട കാര്യങ്ങൾ മറന്നാലും ഇത് മറക്കല്ലേ. ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ വിഷമങ്ങളും അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് മാറ്റിത്തരും, ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് പഠിച്ചോളീൻ. അള്ളാഹു ഭാഗ്യം തരട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. ദുആ
വസിയത്തുകൾ കമൻറ്റ് സെക്ഷനുകളിൽ അറിയിക്കുകയും ചെയ്യുക. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.